നമസ്കാരം. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ ഭാര്യൻ്റെ ചേച്ചിനെ, ഭാര്യൻ്റെ അമ്മനെ യൂസ് ചെയ്ത സംഭവം. ഇവർ അന്യനാട്ടിലാണ് ജോലി. അവർ വിരുന്ന് വന്നതാണ്. ആ വീട്ടിൽ അമ്മ ഒറ്റക്കാണ്. പിന്നെ ചേച്ചി കെട്ടിച്ചോർന്ന് വന്നതാണ് ഇവർ വന്നതെന്ന് അറിഞ്ഞിട്ട്. അങ്ങനെ ഇവൾക്ക് സുഖമില്ലാണ്ടായി. യാത്ര ചെയ്ത് വന്നിട്ടൊക്കെ പെട്ടെന്ന് വയറുവേദന പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഇപ്പോൾ ഡ്രിപ്പൊക്കെ കയറ്റണം. ചിലപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വരും പറഞ്ഞു. എല്ലാവരും കൂടി നിൽക്കണ്ട. അമ്മ പറഞ്ഞു നിങ്ങളെന്നാൽ വീട്ടിൽ പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഇവനും ഭാര്യൻ്റെ ചേച്ചിയും കൂടി വരിക വീട്ടിൽ. ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഉണ്ട് ഇവർ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവള് പറയണേ ഞാൻ ഇന്ന് നിൻ്റെ അടുത്താണ് കിടക്കണമെന്ന്. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാനുള്ള നേരിട്ട് പറഞ്ഞ ആളാണ്. കാരണം നീ എന്നെ നോക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് നല്ല ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ വെറുതെ സമയം കളയണ്ടല്ലോ. ഇതൊന്നും വലിയ തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഞാൻ നോക്കണില്ല. അപ്പം ഇവൻ പണ്ടേ ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഒരു വാതിലൊക്കെ അടച്ച് ഫ്രണ്ടിലൊക്കെ അടച്ച് ബെഡ്റൂമിൽ വന്നു. ഇപ്പം നല്ല നിലക്ക് നല്ലോണം കൈകാര്യം ചെയ്യാനറിയാം. ഇപ്പം ആ പെണ്ണിനെ ഫുള്ള് നേക്കടാക്കി ഇപ്പം കളി കഴിഞ്ഞപ്പോൾ അങ്ങനെ വിശ്രമിക്കണ നേരത്ത് ഇവള് പറയണേ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ഞെട്ടരുത്. ഞങ്ങളുടെ അമ്മ നിങ്ങളുടെ ബെഡ്റൂമിൽ പലവട്ടം ഒളിഞ്ഞു നോക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് നിന്നോട് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചതാണ്. പിന്നെ അമ്മ ഞങ്ങളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് അമ്മ ജീവിതം തന്നെ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയാണ്. അവർക്ക് ഭയങ്കര സെക്സിന് ആഗ്രഹമുണ്ട്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ 1 മിനിറ്റ് പോലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് വരും. എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല ബെഡ്റൂമിൽ. അയാൾക്ക് കഴിയില്ല. പക്ഷേ അയാൾ എന്നെ നല്ലോണം സ്നേഹിക്കണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഞാനങ്ങനെ ആർക്കും കൊടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കും ആഗ്രഹങ്ങളില്ലേ. ഞാനും ഒരു പച്ച മനുഷ്യ സ്ത്രീയല്ലേ. ഇത് പിന്നെ ആരും അറിയില്ല, സേഫാണ്. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ തന്നത്. എനിക്ക് അത്ര ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മക്കാണ് എന്നേലേറെ സെക്സിന് ആഗ്രഹം. പലവട്ടം നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ അവിടെ ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രാവശ്യം എൻ്റെ അമ്മായിയമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ കണ്ണടച്ച് കൊടുത്താണ് അമ്മക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ. പക്ഷെ അമ്മക്കത് തീരെ പറ്റില്ല. കാരണം ടൈമിങ് ഇല്ല. അല്ലെങ്കിൽ തന്നെ മറ്റുള്ള രീതിയിലൊന്ന് ചെയ്തു കൊടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം എന്നിട്ട് എന്നോട് പറയാം ഞാൻ നാളെ ഇവരോട് പറയാം നാളെ ഹോസ്പിറ്റലിലേക്ക് രാവിലെ പോവാം. എന്നിട്ട് അവർ പറഞ്ഞു വിടും. അവരിവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ നീ അവരോട് സംസാരിക്കാനും പിടിക്കാനും നിൽക്കണ്ട. കൈമേൽ കയറി പിടിച്ച് അത് കെട്ടിപ്പിടിക്കുക ചെയ്താൽ മതി. അപ്പം സമ്മതിക്കും. കാരണം അങ്ങനെയാണ്. അവരൊരു എതിർപ്പും പ്രകടിപ്പിക്കില്ല. അവരിങ്ങോട്ട് കയറി അടിയില്ല. കാരണം അവർ ഒരു സ്ത്രീയല്ലേ. അപ്പോൾ അവരെന്തായാലും പ്രശ്നം ഉണ്ടാക്കിയല്ലേ. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അത് ഞാൻ ഗ്യാരണ്ടി. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തോളാം. നീ അതെങ്ങനെ അമ്മയും മോളും അല്ലേ, അതൊന്നും നീ ചിന്തിക്കണ്ട. നീ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. നല്ല ചെറിയ പേടിയുണ്ട്. എന്നിട്ട് ഇവനെന്ത് ചെയ്ത് ഇവർ വന്നപ്പോൾ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എങ്ങനെയുണ്ട് ആശുപത്രിയിലെ സ്ഥിതിയൊക്കെ വന്നപ്പോൾ തന്നെ ചോദിച്ചു, ഒന്നും കൂടിയൊക്കെ ചോദിച്ചു, ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൈമേൽ കയറി പിടിച്ച് ഇങ്ങനെ കൈയൊക്കെ നല്ല മിനുസാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നിൻ്റെ ഉദ്ദേശം ചോദിച്ച്. എനിക്കൊരു ഉദ്ദേശമല്ല, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. മുന്നിലെ വാതിലടച്ചിട്ടില്ല കേട്ടോ. അടുത്ത ഡയലോഗ് നല്ല ബെസ്റ്റ് ഫാമിലി. അങ്ങനെ പോയിട്ട് ഫ്രണ്ട് ഡോറ് ക്ലോസ് ചെയ്ത് വന്നു. അപ്പോൾ ഇവൻ ഭയങ്കര ത്രില്ലിലാണ്. ആ വീട്ടിലാകെ 3 പെണ്ണുങ്ങളുണ്ട്. മൂന്നാമത്തേനെയും കളിക്കാൻ പോവുക. പക്ഷേ ഇവന് നല്ല കളി അറിയാം, നല്ല ടൈമിങ്. അപ്പോൾ വൈഫ് അറിഞ്ഞാൽ പ്രശ്നമാകുക എന്നുള്ളൊരു പേടിയാണ് ഇവന്.
അപ്പം തള്ള തന്നെ ധൈര്യം കൊടുത്ത് അവളൊന്നും അറിയാൻ പോകണില്ല. കുറച്ചാണ്ട് കഴിഞ്ഞാൽ അവൾ അറിഞ്ഞാലും പ്രശ്നമാവർക്കൊന്നുമില്ല. അങ്ങനെ ആ വീട്ടിൽ വളരെ സന്തോഷത്തോടുകൂടി. അപ്പോൾ ചേച്ചി എപ്പോഴെങ്കിലും വരും, ലീവ് കഴിഞ്ഞു പോയിട്ട് പിന്നെ വന്നിട്ടും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അത്രയൊക്കെ ഉള്ളൂ ചില വീട്ടിലങ്ങനെ.